കാടിൻ്റെ ഹൃദയത്തിൽ മുതുമല ടൈഗർ റിസർവ് എന്ന വനത്തിൻ്റെ നിശബ്ദതക്കുള്ളിൽ മനുഷ്യനും ആനയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകമുണ്ട്. അതാണ് തെപ്പക്കാട് എലഫൻറ്റ് ക്യാമ്പ്. ഇതൊരു ക്യാമ്പ് മാത്രമല്ല, ജീവിത ദർശനമാണ്. ഇവിടെ ആനകളെ പരിശീലിപ്പിക്കുന്നില്ല, പകരം അവരെ മനസ്സിലാക്കുന്നു. ഇവിടെ ശക്തി ഉപയോഗിക്കുന്നില്ല, പകരം സ്നേഹം ഉപയോഗിക്കുന്നു. ചില ആനകൾ ഇവിടെ എത്തുന്നത് മുറിവുകളോടും ഭയത്തോടും കോപത്തോടുമായിരിക്കും. പക്ഷേ ഇവിടെ അവരെ ശിക്ഷിക്കുന്നില്ല, പകരം ശാന്തമാക്കുന്നു. ഒരിക്കൽ ഭീകരനായിരുന്ന മൂർത്തി ഇവിടെ വന്നപ്പോൾ അവൻ ഒരു കാട്ടാനയായിരുന്നു. പക്ഷേ സ്നേഹത്തിലൂടെ അവൻ മാറി. ഇതൊരു മാറ്റത്തിൻ്റെ കഥയാണ്. ബലം കൊണ്ടല്ല, ക്ഷമയും കരുണയും കൊണ്ടുള്ള മാറ്റം. ഇവിടെ കുഞ്ഞാനകൾക്കും ഒരു ലോകമുണ്ട്. അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ കുടുംബം ലഭിക്കുന്നു. ഇവിടുത്തെ സ്നേഹത്തിൻ്റെ ലോകം നമ്മളൊരു സിനിമയിലൂടെ കണ്ടതാണ്, ബൊമ്മനും ബെല്ലിയും. അവർ ആനകളെ വളർത്തുന്നില്ല, പകരം അവരെ സ്നേഹിക്കുന്നു, പാൽ കൊടുക്കുന്നു, ചേർത്ത് പിടിക്കുന്നു, തങ്ങളുടെ സ്വന്തം കുട്ടിയായി സംരക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു ജോലിയല്ല, ഒരു ഭക്തിയാണ്. ഈ സ്നേഹബന്ധം ലോകം കണ്ടത് ദ എലഫൻറ്റ് വിസ്പേഴ്സ് എന്ന സിനിമയിലൂടെയാണ്. ആ സിനിമ നമ്മളെ പഠിപ്പിച്ചത് ഒരു കാര്യമാണ്: പ്രകൃതിയെ സ്നേഹിച്ചാൽ അത് നമ്മെ വിശ്വസിക്കും. തെപ്പക്കാട് നമ്മളെ പഠിപ്പിക്കുന്നത് ശക്തി എന്നത് നിയന്ത്രണത്തിലല്ല, കരുണയിലാണ്. ബന്ധം എന്നത് വാക്കുകളിലുമല്ല, ഹൃദയത്തിലാണ്. മനുഷ്യനും പ്രകൃതിയും വേറിട്ടതല്ല, അവ ഒരുമിച്ചതാണ് ഈ ലോകം. എലഫൻറ്റ് വിസ്പേഴ്സ് എന്ന ഡോക്യുമെൻ്ററി പറയുന്നത് രഘു എന്ന ആനക്കുട്ടിയുടെ കഥയാണ്. തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവ് എന്ന വന്യജീവി സങ്കേതത്തിൽ ഒരു കുഞ്ഞാന അമ്മയെ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കാവുന്നു. കൊടും കാടിനുള്ളിൽ ഇടിമിന്നലിൻ്റെ ഷോക്കേറ്റാണ് അവൻ്റെ അമ്മ മരിക്കുന്നത്. ഒറ്റയ്ക്കായി പോയ അവന് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഈ സമയത്ത് അവന് ഒരുപാട് കാട്ടുനായ്ക്കൾ ചേർന്ന് ആക്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു. ഒരിക്കലും അവൻ രക്ഷപ്പെടുമെന്ന് ഫോറസ്റ്റുകാർ കരുതിയിരുന്നില്ല. അവനെ അവർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് ക്യാമ്പിലുണ്ടായിരുന്ന ബെല്ലിയോട് ഈ ആനക്കുട്ടി നല്ല രീതിയിൽ പെരുമാറി. അവൻ പ്രത്യേക ഒരു സ്നേഹം ബെല്ലിയോട് കാണിച്ചു. ബെല്ലി ഏകദേശം 50 വയസ്സ് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പൊതുവേ സ്ത്രീകൾക്ക് ആനകളെ നോക്കാൻ കൊടുക്കാറില്ല. പക്ഷേ ഈ ആനക്കുട്ടിക്ക് അവരോടുള്ള സ്നേഹം കണ്ടിട്ടാണ് ഫോറസ്റ്റുകാർ അവരെ നോക്കാൻ ഏൽപ്പിക്കുന്നത്. അങ്ങനെ രഘുവിനെ നോക്കാൻ ബെല്ലിയുടെ കൂടെ ബൊമ്മനും കൂടുന്നു. ഇവർ രണ്ടുപേരും രഘുവിന് ഭക്ഷണം കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, ഉറക്കിക്കുന്നു. അങ്ങനെ ഒരു അമ്മയും അച്ഛനും പോലെ ഇവരോട് പെരുമാറുന്നു. അവർ സംസാരിക്കുന്നത് മനുഷ്യഭാഷയിലായിരുന്നാലും രഘുവിന് അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ മനസ്സിലാവുന്നുണ്ട്. ഇവർ തമ്മിലുണ്ടാകുന്ന ബന്ധം വാക്കുകളിൽ പറയാൻ കഴിയില്ല. രഘുവിൻ്റെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളിലും, കാടിൻ്റെ അപകടങ്ങളിലും, മഴയിലും ചൂടിലും എല്ലാം ബെല്ലിയും ബൊമ്മനും കൂടെ ഉണ്ടാവുന്നു. ഇവരൊരിക്കലും ഒരു നിമിഷം പോലും അവൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല രീതിയിൽ ഇവർ കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയിലാണ് പുതിയൊരു ആനക്കുട്ടിയെ കൂടി ഇവരെ നോക്കാൻ ഏൽപ്പിക്കുന്നത്. ആ ആനക്കുട്ടിയുടെ പേരായിരുന്നു അമ്മു. ആദ്യം അമ്മു വന്നപ്പോൾ രഘുവിനത് ഇഷ്ടപ്പെടാൻ പറ്റുമായിരുന്നില്ല. തൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം രഘു അങ്ങനെ ചെയ്തത്. അങ്ങനെ ഇവർ 4 പേരും നല്ല സ്നേഹത്തോടെ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ബൊമ്മനും ബെല്ലിയും തമ്മിൽ കല്യാണം കഴിക്കുന്നു. ബൊമ്മനും ബെല്ലിയെപ്പോലെ ആരും ഉണ്ടായിരുന്നില്ല. ഈ കഥയിലെ ഏറ്റവും ഹൃദയഭേദകമായ നിമിഷം രഘുവിനെ കാടിലേക്ക് വിടേണ്ടി വരുന്നതാണ്. ഫോറസ്റ്റുകാർ അവനെ കാടിലേക്ക് വിടാൻ പറയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന സങ്കടം പറയാനാവില്ല. ബൊമ്മനും ബെല്ലിയും കണ്ണുകളടച്ച് രഘുവിനോട് വിട പറയുന്നു. ഈ ചെറിയ കഥ ലോകമെമ്പാടും ആളുകളുടെ ഹൃദയം കീഴടക്കി. അവസാനം ഇത് അക്കാദമി അവാർഡ് ഫോർ ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം നേടി ഇന്ത്യയുടെ അഭിമാനമായി. ഈ കഥ നമ്മളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് സ്നേഹത്തിന് ഭാഷ വേണ്ട, മനുഷ്യനും മൃഗവും തമ്മിൽ അതിരുകളില്ലാതെ വളരും. ഇത് ശരിക്കും ഒരു സിനിമയല്ല, ഇതൊരു അനുഭവമാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പിൽ ആനകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലെ മിശ്രിതങ്ങൾ ഇതൊക്കെയാണ്: റാഗിപ്പൊടിയും അരിയും വെല്ലം, ഉപ്പ് തുടങ്ങിയവയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവയെല്ലാം ചേർത്ത് വലിയ ഉരുളകളാക്കി ആനകൾക്ക് കൊടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ കൂടുതൽ പോഷകം കിട്ടാൻ വേണ്ടിയിട്ട് രാഗി, അരി, വെല്ലം, തേങ്ങ, ഉപ്പ്, മിനറൽസ് തുടങ്ങിയ വലിയ പോഷക ഗുണങ്ങളുള്ള ആഹാരവും കൊടുക്കാറുണ്ട്. ധാന്യഭക്ഷണമായിട്ട് ഹോയ്സ് ഗ്രാം, റാഗി, അരി എന്നിവയാണ് സാധാരണയായിട്ട് കൊടുക്കാറുള്ളത്. ഇത് കേക്ക് പോലെ പാകം ചെയ്ത് കേക്കിൻ്റെ രൂപത്തിലായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പ്രത്യേക ദിവസങ്ങളിലാണെങ്കിൽ തന്നെ, ഇനിയിപ്പോൾ അവർക്ക് ഉത്സവമോ പൊങ്കലൊക്കെ വരുന്ന ദിവസങ്ങളിൽ കരിമ്പ്, പഴം, പൈനാപ്പിൾ, മാതളം, തേങ്ങ, വെല്ലം, രാഗി, കലി തുടങ്ങിയ സ്പെഷ്യൽ ഫുഡും ഇവർക്കുണ്ടായിരിക്കും. അതുമാത്രമല്ല, ഓരോ ആനകൾക്കും ഡോക്ടർ നിർദ്ദേശിച്ച ഒരു പ്രത്യേക ഡയറ്റും ഉണ്ടായിരിക്കും. ഇതേ സ്ഥാനത്ത് നമ്മുടെ കേരളത്തിലെ ആനകളുടെ ഭക്ഷണമാണെങ്കിൽ സ്വാഭാവികമായ ഭക്ഷണമാണ് കൊടുക്കാറുള്ളത്. പുല്ല്, വാഴത്തണ്ട്, തേങ്ങയുടെ ഇല, മുള തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും നാച്ചുറൽ ഡയറ്റായിട്ട് കൊടുക്കാറുള്ളത്. ഇനിയിപ്പം മനുഷ്യർ കൊടുക്കുന്ന പ്രത്യേക ഭക്ഷണമാണെങ്കിൽ തന്നെ അരി, ചോറ്, കടല, വാഴപ്പഴം, തേങ്ങ, വെല്ലം എന്നിവയാണ് കൊടുക്കാറുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിലെയും തെപ്പക്കാടിലും ഭക്ഷണ രീതി നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കാറുള്ളത്. തെപ്പക്കാടാണെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. ധാന്യമായിട്ട് നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും അരിയാണ് കൊടുക്കുക. ഇനിയിപ്പോൾ തെപ്പക്കാടാണെങ്കിൽ അരിയും കൊടുക്കും, അതേപോലെ റാഗിയും കൊടുക്കും.
ഇനിയിപ്പം പോഷക ഭക്ഷണമാണെങ്കിൽ കേരളത്തിൽ കുറവാണ് പോഷക ഭക്ഷണം. ഇനിയിപ്പം തെപ്പക്കാടാണെങ്കിൽ അത് കൂടുതലും കണക്കാക്കി കൊടുക്കുന്നുണ്ട്. തയ്യാറാക്കൽ ശരിക്കും കേരളത്തിൽ ചോറൊക്കെയാണ് തയ്യാറാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ തെപ്പക്കാടാണെങ്കിൽ പ്രത്യേക മിശ്രിത ബോർഡ് തന്നെ ഉണ്ടാവും. നമുക്കിനി ഒരു ആന ഒരു ദിവസം എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നു നോക്കാം. ഒരു അഡൾട്ടായിട്ടുള്ള ആനയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു 150 മുതൽ 200 കിലോഗ്രാം വരെ പുല്ല്, ഇല, മുള തുടങ്ങിയവ കഴിക്കും. ഇനിയിപ്പോൾ വെള്ളമാണെങ്കിൽ തന്നെ 100 ലിറ്റർ മുതൽ 200 ലിറ്റർ വരെ വെള്ളവും കുടിക്കും. ഇതിപ്പോൾ ക്യാമ്പിലാണെങ്കിൽ ഏകദേശം 5 മുതൽ 10 കിലോഗ്രാം മിശ്രിത ബോർഡാണ് കൊടുക്കുക. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. ആനക്ക് റാഗി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ശക്തി കൂടാൻ വേണ്ടിയിട്ടാണ്. ഇവർക്ക് നല്ല എനർജി കിട്ടും. റാഗിയിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇവർക്ക് നല്ല എനർജി കിട്ടുന്നത്. അതുപോലെ തന്നെ കാൽഷ്യം ഇതിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അത് ഈ എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ നല്ല ഉറപ്പും കിട്ടും. പിന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ സ്ഥിരമായി കൊടുത്താൽ വെയിറ്റ് ബാലൻസും കിട്ടും. നമുക്കിനി തെപ്പക്കാട് എലഫൻറ്റ് ക്യാമ്പിൻ്റെ ആരംഭ ചരിത്രം നോക്കാം. ഏകദേശം 1900-ൻ്റെ തുടക്കത്തിലാണ് തെപ്പക്കാട് എലഫൻറ്റ് ക്യാമ്പ് സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാരാണ് ഇത് സ്ഥാപിച്ചത്. പ്രധാന ലക്ഷ്യം ആനകളെ പിടിക്കുക, പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള എലിഫൻറ്റ് ക്യാമ്പാണ് ഈ തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പ്. ആദ്യകാലത്ത് ഈ ക്യാമ്പ് ഉപയോഗിച്ചത് കാട്ടാനകളെ പിടിച്ച് വളർത്താനായിരുന്നു. പിന്നീട് കാടുകളിൽ നിന്നും മരങ്ങൾ വലിക്കാൻ ഉപയോഗിച്ചു തുടങ്ങി. പിന്നീട് മനുഷ്യർക്കൊപ്പം ജോലിക്കായി ആനകളെ പരിശീലിപ്പിച്ചു. കാലക്രമേണ പിന്നീട് കാട്ടാനകളെ പിടിക്കൽ നിർത്തി ക്യാമ്പ് മാറി സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റി. ഇന്നിപ്പോൾ ക്യാമ്പ് ഉപയോഗിക്കുന്നത് പരിക്കേറ്റ അനാഥമായ ആനകളെ സംരക്ഷിക്കാനും ആനകളെ പരിശീലിപ്പിക്കാനും മനുഷ്യ ആന സംഘർഷം നിയന്ത്രിക്കാനും ടൂറിസത്തിനും വേണ്ടിയൊക്കെയാണ്. കാട്ടാനകളെ ജോലി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സിസ്റ്റത്തെയാണ് കെദ്ദ സിസ്റ്റം, കെദ്ദ ഓപ്പറേഷൻ എന്നൊക്കെ പറയാറുള്ളത്. പഴയ കാലത്ത് കാട്ടാനകളെ കൂട്ടമായി പിടിക്കുന്ന രീതിയാണ് കെദ്ദ സിസ്റ്റം. പഴയ കാലത്ത് ആനകളെ പിടിച്ചിരുന്നത് കാട്ടിൽ വലിയ മരംവേലി നിർമ്മിക്കും. എന്നിട്ട് കാട്ടാനകളെ പതുക്കെ അതിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റും. എന്നിട്ട് പൂട്ടിക്കെട്ടും. ചിലപ്പോൾ ഒക്കെ ഒരു കുഴി നിർമ്മിച്ച് അതിലേക്ക് ആനകളെ വീഴ്ത്തും. അല്ലെങ്കിൽ പരിശീലിപ്പിച്ച ആനകളുടെ സഹായം കൊണ്ടും ആനകളെ പിടിക്കും. ഇങ്ങനെയൊക്കെയാണ് കെദ്ദ സിസ്റ്റത്തിൽ ആനകളെ പിടിച്ചിരുന്നത്. പ്രത്യേകമായി പരിശീലിപ്പിച്ച ആനകളെയാണ് കുങ്കിയാനകൾ എന്ന് പറയുന്നത്. കുങ്കിയാനകളെ പ്രധാനമായിട്ടും കാട്ടാനകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും മനുഷ്യ ആന സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും തെറ്റിപ്പോയ ആനകളെ തിരികെ കാട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ പ്രത്യേകതകൾ മനുഷ്യരുടെ ആജ്ഞകൾ കേൾക്കും. അതേപോലെ ശാന്ത സ്വഭാവമായിരിക്കും. ശക്തിയും ധൈര്യവും ബുദ്ധിയും ഉണ്ടായിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പഴയ കാലത്തെ ആനകളെ പിടിക്കുന്ന രീതി ഇപ്പം നിലവിലില്ല കേട്ടോ. പരിശീലിപ്പിച്ച ആനകളെ ഉപയോഗിച്ചാണ് ഇപ്പോൾ ആനകളെ പിടിക്കാറുള്ളത്. തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പിൽ ഒരുപാട് പ്രശസ്തമായ കുങ്കിയാനകളുണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ബൊമ്മൻ. ബൊമ്മൻ്റെ പ്രധാന ദൗത്യം, ബൊമ്മൻ ഒരു ശക്തനായ കുങ്കിയാനയായിരുന്നു. കാട്ടാനകളെ പിടിക്കാനും നിയന്ത്രിക്കാനും നിരവധി ഓപ്പറേഷനുകൾ പങ്കെടുത്തിട്ടുണ്ട്. വളരെ ശാന്തനും ബുദ്ധിമാനുമായ ഒരു ആനയായിരുന്നു ബൊമ്മൻ. അപകടകരമായ സാഹചര്യങ്ങളിൽ ഒരു ഭയവും ഇല്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരാളാണ് സഞ്ജയ്. ഗ്രാമങ്ങളിൽ കയറുന്ന ആനകളെ തിരികെ കാട്ടിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും സഞ്ജയിനെ ഉപയോഗിച്ചിരുന്നത്. പല റെസ്ക്യൂ മിഷനുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇവൻ്റെ പ്രത്യേകത, മനുഷ്യനോട് പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃത്യമായ നിയന്ത്രണ കഴിവും ഉണ്ടായിരുന്നു. കാട്ടാനപിടുത്തത്തിൽ വിദഗ്ധനായിരുന്നു ജബ്ബു. പ്രശസ്തമായ പ്രശ്നക്കാരിയായ ആനകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ജബ്ബുവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പല അപകടകരമായ സാഹചര്യങ്ങളും വിജയകരമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവൻ്റെ പ്രത്യേകത ശക്തി, ധൈര്യമൊക്കെ ആയിരുന്നു. മറ്റ് ആനകളെ വേഗത്തിൽ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇവനുണ്ടായിരുന്നു. അതുപോലെ മറ്റു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആനകളായിരുന്നു സുസി, സുജയ് പോലുള്ള ആനകൾ. ഇവരൊക്കെ തെപ്പക്കാട് എലഫൻറ്റ് ക്യാമ്പിലെ പ്രശസ്തരായ ആനകളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ഇവിടെ രാവിലെ 8:30 മുതൽ 9 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 6 മണി വരെയുമാണ് ഈ ഭക്ഷണം കൊടുക്കുന്ന സമയം വരുന്നത്. ആ സമയത്ത് മാത്രമാണ് ഇവിടേക്ക് എൻട്രി ഉള്ളത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി ഇവിടുത്തെ ആനകളുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ.